ഒരു വിഭാഗം കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഡൽഹി ചലോ മാർച്ചിൽ ഭിന്നത. ഡൽഹിയിലേക്ക് മാർച്ച് നടത്തേണ്ടതില്ല എന്ന നിലപാടിലാണ് BKU നേതാവ് രാകേഷ് ടിക്കായത്ത്. കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നാളെ ഡൽഹി മാർച്ച് നടത്തുമെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഡൽഹിയിൽ കർഷക മാർച്ച് എന്ന പേരിൽ നടക്കുന്ന സമര കോലാഹലങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയവരെ ബാരിക്കേഡ് വെച്ച് തടയുന്നു. പക്ഷേ ബാരിക്കേഡും കടന്ന് നിയമം ലംഘിച്ച് മുന്നോട്ട് പോകാൻ അവർ ശ്രമം നടത്തുന്നു. അപ്പോഴാണ് രാകേഷ് ടിക്കായത്തിനെ പോലെ വളരെ പ്രധാനപ്പെട്ട കർഷക നേതാവ്, BKU നേതാവ് പറയുന്നത് ഇപ്പോൾ ഡൽഹി മാർച്ചിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. പക്ഷേ സംയുക്ത കിസാൻ മോർച്ച മാർച്ച് നടത്തണം എന്നുള്ള നിലപാടിലാണ്. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വന്നില്ല എങ്കിൽ മാർച്ച് നടത്തുമെന്നും അവർ പറയുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഡൽഹി മാർച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർഷക സംഘടനകൾക്കിടയിൽ ഒരു ഭിന്നത രൂപപ്പെടുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഗൗതം അനന്തനാരായണൻ. വിനോദ, ഇന്നലെയാണ് ഡൽഹി ചലോ മാർച്ച് ഈ ഒരു വിഭാഗം കർഷക സംഘടനകൾ സംഘടിപ്പിച്ചത്. പഞ്ചാബിൽ ഇപ്പോൾ റോഡ് തടഞ്ഞുകൊണ്ട് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിലായി നടന്നുകൊണ്ടിരിക്കുന്ന സമരം, ആ സമരത്തിൽ പങ്കെടുക്കുന്ന ഏതാണ്ട് 101ഓളം കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്നതായിരുന്നു ആഹ്വാനം. പക്ഷേ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് ഇത് തടഞ്ഞു. മാത്രമല്ല അതിന് വലിയൊരു പിന്തുണ ലഭിച്ചിരുന്നില്ല. നമുക്കറിയാം, ഈ 2020-21 കാലത്ത് ഡൽഹിയിൽ ഇവർ കർഷക സമരം എന്ന പേരിൽ വലിയ സമരം സിംഗു അതിർത്തിയിൽ നടത്തുന്ന ഘട്ടത്തിൽ അതിന് പിന്തുണ പല ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിന് രാജ്യവിരുദ്ധ സംഘടനകളുടെ വലിയ ഫണ്ടിങ് ആ സമരത്തിന് ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, അടുത്ത കാലത്ത് ഈ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കൾ പറഞ്ഞത് അത് കോൺഗ്രസ് സ്പോൺസർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്ന് അങ്ങനെ ഒരു സമരം നടത്തിയത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അതൊന്നും മുതലാക്കാൻ കോൺഗ്രസിന് പറ്റിയില്ല എന്ന് ചില കർഷക നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. ഇത് യഥാർത്ഥ കർഷക സമരമല്ല എന്നും കോൺഗ്രസിന് വേണ്ടിയും അതല്ലെങ്കിൽ സിഖ് ഭീകരവാദികൾക്ക് വേണ്ടിയൊക്കെ നടന്നിരുന്ന സ്പോൺസർ ചെയ്ത് നടപ്പാക്കിയ ഒരു ഡ്രാമയാണ് അവിടെ നടന്നത് എന്നത് സംബന്ധിച്ചുള്ള ധാരാളം വാർത്തകൾ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയിൽ പുറത്തു വന്നു. അതിനാൽ തന്നെ ഇതിന് പഴയ പോലൊരു പിന്തുണയോ സ്വീകാര്യതയോ ഒന്നുമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനാൽ ഇന്നലത്തെ ഈ ഡൽഹി ചലോ മാർച്ചിലും കാര്യമായ പങ്കാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമരത്തിൽ പങ്കെടുത്തത് ഏതാണ്ട് 100 കർഷകർ മാത്രമാണ്. അവരെ അവിടെ വെച്ച് തന്നെ പോലീസ് തടയുകയും ചെറിയൊരു സംഘർഷമൊക്കെ അവിടെ ഉണ്ടായി. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം, ഇല്ലെങ്കിൽ നാളെ വീണ്ടും ഇന്നലെ നടത്തിയതുപോലെ വീണ്ടും മാർച്ച് നടത്താൻ ശ്രമിക്കുമെന്നൊരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോഴും ഈ രാകേഷ് ടിക്കായത്തിനെ പോലുള്ള മറുഭാഗം ഭാരത് കിസാൻ യൂണിയന്റെ പ്രമുഖ നേതാവും ഈ 2020 ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിന്റെ നേതാവുമാണ് രാകേഷ് ടിക്കായത്ത്. രാകേഷ് ടിക്കായത്ത് ഇപ്പോൾ പറയുന്നത് ഇങ്ങനൊരു മാർച്ചിന്റെ ആവശ്യം ഇപ്പോഴില്ല എന്നുള്ളതാണ്. കാരണം ഉത്തർപ്രദേശിൽ, പ്രത്യേകിച്ച് പശ്ചിമ ഉത്തർപ്രദേശിൽ കിസാൻ പഞ്ചായത്തുകൾ നടത്താറുണ്ട്. ആ കിസാൻ പഞ്ചായത്താണ് ഔദ്യോഗികമായി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അവരുടെ സമരം UP സർക്കാരിനെതിരെയാണ്. അതിനാൽ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ ഒരു മാർച്ച് നടത്തേണ്ട ആവശ്യമില്ല എന്ന് രാകേഷ് ടിക്കായത്ത് പറയുന്നു. എന്നാൽ രാകേഷ് ടിക്കായത്തിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ തങ്ങൾ ഡൽഹി ചലോ മാർച്ചുമായി മുന്നോട്ട് പോകുമെന്ന് മറുവിഭാഗം പറയുന്നുണ്ട്. അങ്ങനെ ആകെ ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ സംഘടനകളുടെ നമ്മൾ കർഷകരാണോ എന്ന് പോലും സംശയിച്ച് പോകേണ്ടി വരും. കാരണം സമരങ്ങൾ ചെയ്യുന്നവർ കർഷകരാണോ മറ്റാരെങ്കിലും ആരോ? അത് തന്നെയാണ് പ്രേക്ഷകരും അത് പറയുന്നുണ്ട്. ഹനീഫ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നു, പണം പറ്റി വീണ്ടും കർഷക ഡ്യൂപ്ലിക്കേറ്റ് നേതാക്കൾ എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രേക്ഷകർക്കും നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്കും ഒക്കെ അറിയാം ഇതിലുള്ളൊരു വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതാണല്ലോ, കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ആ മാർച്ച് നടത്തിയത് എന്ന് പറയുന്നു. അല്ലാതെ കർഷകരുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയല്ല, ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കർഷകരുടെ പേരിൽ. അത് കർഷക നേതാക്കൾ തന്നെ, നയിച്ച കർഷക നേതാക്കൾ തന്നെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് ഈ സമരത്തിന് എന്നത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്.